നമസ്കാരം. ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ചാനലുകളും പത്രങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെയും വിൻസി അലോഷ്യസിൻ്റെയും. മിക്കവാറും എല്ലാ ചാനലുകളിലും ഞാൻ അതിൻ്റെ ചർച്ചകൾക്കൊക്കെ പോയിരുന്നു. ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇപ്പോൾ തന്നെ തീരും. അത് തീരുന്നതിനുള്ള പല കാരണങ്ങളും അതിലടങ്ങിയിരിക്കുന്നു. കാരണം ഷൈൻ ടോം ചാക്കോ എന്ന നടനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊക്കൈനുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു അത്. 4 മോഡലുകളെയും ഷൈൻ ടോം ചാക്കോയെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ കേസുകൾ മുമ്പോട്ട് പോയി. ഇപ്പോ ആ കേസ് ഹൈക്കോടതിയിൽ നിന്നും വെറുതെ വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ വെറുതെ വിട്ടിരിക്കുന്ന ആ കേസിന്റെ വിധിന്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ സത്യത്തിൽ ആരാണെങ്കിലും ആ കോടതിയെ നമിച്ചേ പറ്റൂ. കാരണം കോടതി നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നു. ഇതിനകത്തെ തെളിവുകളും അതേപോലെ തന്നെ പരിശോധനകളുമെല്ലാം പോലീസ് അലംഭാവത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ വരുമ്പോൾ തെളിയിക്കാൻ പറ്റതായി ഒന്നുമില്ലാത്ത ഒരു രീതിയിലേക്ക് അതൊന്നിനെ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോ ഷൈൻ ടോം ചാക്കോയ്ക്ക് ശാപമോക്ഷം കൊടുത്തിരിക്കുന്നു. എൽദോ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പണ്ട് ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞതുപോലെ മലയാളത്തിലെ സിനിമാ സംഘടനകളെല്ലാം ഷൈൻ ടോം ചാക്കോയോടൊപ്പം ക്ഷമിച്ചിരിക്കുന്നു. ഒന്നല്ല രണ്ടല്ല പലതവണ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വരികയും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്ന് പരാതിയുള്ള ഒരു നടനോട് ക്ഷമിച്ചിരിക്കുന്നു. ആർക്കും കേസില്ല. വിൻസി അലോഷ്യസിനും കേസില്ല. വിൻസി അലോഷ്യസ് പറയുന്നത് സിനിമയിൽ തീർക്കാനുള്ളത് സിനിമയിൽ തീർക്കണം എന്നാണ്. ഒന്നുകിൽ വിൻസി അലോഷ്യസിനെ ആരെങ്കിലും ഭയപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ വിൻസി അലോഷ്യസിന് ഇനി സിനിമ കിട്ടില്ല, ഇനി സിനിമയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഈ സംഘടനകളുടെ മേലാളന്മാരാരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വിൻസി അലോഷ്യസിനെ പോലെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ചെന്നിട്ട് ആ പരാതിയുടെ മേൽ അന്വേഷിക്കാൻ പോലീസ് ചെന്നപ്പോ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് ചാടി, അവിടെ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി, ആ നനഞ്ഞ വസ്ത്രത്തോടൊപ്പം ഓടി റോഡിൽ പോയി MG റോഡിൽ നിന്ന് ഒരു ബൈക്കിന് കൈ കാണിച്ച് അതിൽ കയറി തമിഴ്നാട്ടിലേക്ക് മുങ്ങേണ്ട ആവശ്യം ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. പോലീസിനെ കണ്ട് ഭയന്നുപോയി എന്നാണ് പറയുന്നത്. പൊള്ളാച്ചിയിൽ ചെന്നപ്പോഴാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭയമെല്ലാം മാറിയത്. ഇപ്പോ ഇവരെല്ലാം കൂടി ക്ഷമിച്ച സ്ഥിതിക്ക് ഇനി സാഗൂതം സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ട് തന്നെ ചില താരങ്ങൾക്കുമൊക്കെ മയക്കുമരുന്ന് അടിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതിന്റെ പൊരുൾ അവിടെ ഒരു തന്നെ ഇരുന്ന് ഇതിന് നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാം, അല്ലെങ്കിൽ അതിനെ വിമർശിക്കാം, വേണമെങ്കിൽ വിലക്കാം. ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമാ രംഗം. ഇത് വെറുതെ വിടും എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. 2-3 ദിവസം മുമ്പ് ഷൈൻ ടോം ചാക്കോ തന്നെ ഒരു വെടി പൊട്ടിച്ചു. ആ വെടി നിസ്സാരമൊന്നുമല്ല. അതാരും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് മലയാള സിനിമയിലെ സിനിമാ കുടുംബത്തിൽപ്പെടുന്ന ഒരു മുൻനിര താരം മയക്കുമരുന്ന് കഴിക്കുന്നയാളാണ്, ഉപയോഗിക്കുന്നയാളാണ്. നിറയെ സിനിമകളൊക്കെ നിർമ്മിക്കുന്ന സിയാദ് കോക്കർ പറയുന്നു, ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് നടന്മാർ മലയാള സിനിമയിലുണ്ട്. സാധാരണ ലഹരിയല്ല, സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന നടന്മാർ. അപ്പോ സിയാദ് കോക്കർ പറയുന്നു, ഷൈൻ ടോം ചാക്കോ തന്നെ പറയുന്നു,
അതേപോലെ വെളുപ്പിനേരെ 3 മണിക്ക് വിളിച്ചെഴുതിപ്പിച്ച് നിർമ്മാതാവിനോട് കഞ്ചാവ് ചോദിച്ചു എന്ന് ശ്രീനാഥ് ഭാസിയെ കുറിച്ച് ഒരു ആരോപണമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ക്ഷമിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസായി. ഇത് ചില ഉന്നതരിലേക്കൊക്കെ ഈ കേസ് എത്തും എന്ന് കണ്ടപ്പോൾ തന്നെ ഇതിനെ അങ്ങ് മുളയിലേ നുള്ളി. അത് നുള്ളാൻ അവരെ പ്രേരിപ്പിച്ചത് ആരാണ് എന്നുള്ള വിവരങ്ങളൊക്കെ സിനിമാ രംഗത്തുള്ളവർക്ക് വളരെ വൃത്തിയായി അറിയാം. പൊതുജനങ്ങളെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഈ പറഞ്ഞ് കളിപ്പിക്കുന്നതിന് ഒരതിര് വേണം സിനിമാക്കാരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ജനത്തിന് ഇതിൻ്റെ പൊരുളൊക്കെ അറിയാം, എന്താണ് ഇതിങ്ങനെ എന്നുള്ളത് അറിയാം. ഒരു പത്രസമ്മേളനം വിളിച്ച് ക്ഷമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഫിലിം ചേംബറോ ഫെഫ്കയോ ഒക്കെ ക്ഷമിച്ചത് കൊണ്ടോ ഒന്നും മലയാള സിനിമയിലെ ലഹരി ഉപയോഗം തീരും എന്ന് കരുതിയെങ്കിൽ അത് ചിന്തിക്കുന്നവർക്ക് തലയ്ക്ക് വല്ല ഓളമുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ലഹരിയുടെ വലിയൊരു വേരാണ് മലയാള സിനിമയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവൻ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ നിർബന്ധിതനാകും, അല്ലെങ്കിൽ അവൻ അതിൻ്റെ വിപണനം നടത്താൻ നിർബന്ധിതനാകും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇനിയും ക്ഷമ പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇനിയും സിന്തറ്റിക് ഡ്രസ്സൊക്കെ മലയാള സിനിമയിൽ ധാരാളം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം ക്ഷമിക്കുമല്ലോ.